ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റിയായിരുന്നു. അപ്പം അന്ന് ആ ദിവസമാണ് സിബിനെ വളരെയധികം തളർത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. വളരെ ഈ സീസണുകളിൽ, ഇത്രയും സീസണുകളിൽ ഒരു 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 കാൻഡിഡേറ്റിനോട് ഇത്രയും മോശമായ രീതിയിൽ, എത്രയും ഹ്യൂമിലേറ്റ് ചെയ്താൽ, ഇത്രയും തളർത്തുന്ന രീതിയിൽ ഇതുവരെ ബിഗ് ബോസിലെ ഒരു ഇൻസിഡൻറ്റ് ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടില്ല. അത്രമാത്രം ഒരു എപ്പിസോഡ് മുഴുവൻ ആ മനുഷ്യനെ തളർത്താൻ വേണ്ടിയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതിനേക്കാളൊക്കെ എത്രയോ മോശമായ രീതിയിൽ വാഗൊണ്ടും കൈകൾ കൊണ്ടും ശാരീരികമായും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എത്രയോ കണ്ടസ്റ്റൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ സീസണിലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊന്നും കാണിക്കാത്ത രീതിയിലാണ് അത് ചെയ്തത്. അപ്പോൾ അത് ഞങ്ങളന്ന് പറഞ്ഞിരുന്നു, അതിന് ചിലപ്പം ഇന്ന് നിലവിലുള്ള കേസും അപ്പോൾ ഇതൊരു വേറൊരു കേസായി വരാനുള്ള സാധ്യത കൊണ്ട് അവർ ചെയ്തു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇതും പറഞ്ഞു, അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ചിലപ്പോൾ അവരത് കവറപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് സോപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ബയസ്ഡ് അല്ല, ഫേവറിറ്റിസം അല്ല എന്നൊക്കെ ഈ പറയുന്നതൊക്കെ ആണെന്ന് പോവുകയാണ്. പക്ഷേ ഈ കാണികളൊക്കെ മണ്ടന്മാരാണെന്ന് ഇവർ വിചാരിക്കുന്നതാണ് കഷ്ടം. പക്ഷേ എനിവേ, ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഈ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് 2 ദിവസമൊന്നും അല്ല, ഒരു ദിവസം തന്നെയാണ് എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. അത് കുറച്ച് ഗ്യാപ്പിലാണ്. അപ്പോൾ ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പം ഈ കാണികളുടെ ഇടയിൽ നിന്ന് ഭയങ്കര ബാക്ക്ലാഷ് ആയിരുന്നു. അത് ചെയ്തതിന് ആരും ന്യായീകരിച്ചില്ല. കാര്യം അതിലും ഡബിൾ അല്ല, ത്രിബിൾ പണിഷ്മെൻറ്റ് കൊടുക്കുകയും പിന്നെ അത് കഴിഞ്ഞ് മാനസികമായി അയാളെ തകർക്കുകയും ചെയ്ത ഒരു സംഭവമാണിത്. അപ്പം അതെല്ലാം ചെയ്തത് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ഞായറാഴ്ചത്തെ കൂടെ കണ്ടിട്ട് ഞങ്ങൾ ഈ ശനിയാഴ്ചത്തേതിൻ്റെ പുറത്ത് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ 100% കറക്റ്റ് ആണോ എന്ന് തീരുമാനിക്കത്തുള്ളൂ. ഒരിക്കലും ഇതൊരു ഇന്നലത്തെ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം മനസ്സിലാവുന്നത് ഒരിക്കലും ഒരു നീതിപൂർവമായ ഒരു ജഡ്ജ്മെൻ്റ് അല്ലായിരുന്നു ഇന്നലെ അവിടെ നടന്നിരുന്നത്. കാരണം പിന്നെ ജാസ്മിനോടും പിന്നെ ഗബ്രിയോടും എല്ലാം എന്ത് സോഫ്റ്റായിട്ടാണ് മോഹൻലാൽ സംസാരിച്ചത്. അതുപോലെ തന്നെ പിന്നെ ജാസ്മിൻ ഈവൻ കയർത്ത് സംസാരിച്ചിട്ട് പോലും മോഹൻലാൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിച്ചിട്ട് പോലും മോഹൻലാൽ എന്താ പറഞ്ഞേ, വളരെ ഇതായിട്ട് മോളെ ജാസ്മിൻ എന്നൊക്കെ രീതിയിലാണ് സംബോധന ചെയ്തത്. അതുപോലെ തന്നെ ഈ ഇന്നലത്തെ ആ എപ്പിസോഡിനകത്തൂടെ ജാസ്മിനെ ബിഗ് ബോസ് ചെരുപ്പിടാനായിട്ട് ചെരുപ്പ് കൊണ്ട് കൊടുത്ത് ചെരുപ്പിടിയിപ്പിച്ചല്ലോ. അങ്ങനെ ഒരു ഹൈജീൻ്റെ പ്രോസസ്സിൽ, ആ പ്രക്രിയയിൽ ഒരു കാര്യം സക്സസ് ആയി. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നിയത് ജാസ്മിന് പറഞ്ഞില്ല, അവയെ എവിക്ഷനിൽ കൊണ്ടുവന്ന് പറഞ്ഞത് വെറും ഒരു കാര്യം. ബിഗ് ബോസിന് അറിയാം അവർക്ക് അത്യാവശ്യം ജയിക്കാനുള്ള സപ്പോർട്ടൊക്കെ പുറത്തുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എവിക്ഷൻ കൊണ്ടൊരു കാര്യവുമില്ല. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയാണ്, അതായത് ഗബ്രി എന്തായാലും നോമിനേഷൻ വരും. അങ്ങനെ നോമിനേഷൻ വരുമ്പം ജാസ്മിനും ഗബ്രിയും കൂടെ നോമിനേഷൻ വരുവാണെങ്കിൽ ഗബ്രി ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ജാസ്മിൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ വോട്ടൂടെ ഗബ്രിക്ക് കിട്ടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഇവർ ഭാഗ്യവരാണ്. അൺഫോർച്യൂനേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കാണികളുടെ നിർഭാഗ്യവും ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഭാഗ്യം എന്ന് പറയട്ടെ. ഇപ്പം കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പൂജ അവിടുന്ന് പുറത്തു പോവുകയും പിന്നെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് അറിഞ്ഞ കാര്യമാണ്. അത് ഡെസ്കിന്റെ പ്രശ്നമാണ്. പക്ഷെ പവർ റൂമിൽ നിന്ന് ഒരാൾ പോയി, പിന്നെ അപ്പോൾ അവിടെ വേക്കൻസി ആയി. അപ്പോൾ അതിന് എന്തോ കളിച്ച ഗബ്രി വീണ്ടും ഇതിനകത്ത് വന്നു എന്നൊക്കെ ഒരു വാർത്ത കേട്ടു. അപ്പം ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല അത് ശരിക്കും. ഇപ്പം ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നു. അത് എനിക്കറിയത്തില്ല, ആ ഗെയിം ഗബ്രിക്ക് ജയിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിട്ട് ഉണ്ടാക്കിയതാണോ, അതിനകത്തേനും സിബിനും ഒക്കെ അതിനകത്ത് കളിക്കാൻ അവസരം കൊടുത്ത് അറിയത്തില്ല. അത് കണ്ടില്ല. എനിവേ,
ഒരു കാര്യം അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതായത് ഗബ്രിക്ക് നോമിനേഷൻ വരാതിരിക്കാനും ഈ ഒരാഴ്ചയോടെ രക്ഷപ്പെടാനും ഉള്ളൊരു മാർഗമായി എന്നുള്ളത് മാത്രമാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഗബ്രി അവിടെ ഈ പവർ റൂമിൽ വന്നിട്ട് ഒന്നും പ്രത്യേകിച്ച് അവൻ്റെ ജാസ്മിൻ്റെ അജണ്ടകളൊന്നും നടക്കാനുള്ള സാധ്യതയില്ല. കാര്യം അവിടെയുള്ള ശ്രീരേഖ, പിന്നെ ഒരു പരിധിവരെ ശരണ്യ, ഋഷി, ഓഫ് കോഴ്സ് നമ്മുടെ അൻസിബയ്ക്ക് ഗബ്രിയെ ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ടും അല്ലാതെ തന്നെയും ഋഷിയും ഒരിക്കലും അവരെ ഇവനുമായിട്ട് കൂടെ നിൽക്കത്തില്ല. പിന്നെ ക്യാപ്റ്റൻ കൂടെ നിന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കണം ചിലപ്പോൾ ആ പവർ ഹൗസിൽ ചെയ്യുന്നത്. നമുക്കിനി കാണണം ഈ ഗബ്രി ഇനി പവർ ഹൗസിൽ നിന്നും ഈ ജാസ്മിൻ പുറത്തുവാണല്ലോ. അപ്പോൾ ഇനി ഇവരുടെ ആ കൂട്ടുകെട്ട് എങ്ങനെയാണ്? ഇപ്പോൾ അതായത് മുൻ ക്യാപ്റ്റനായ ജിൻഡോ പവർ ഹൗസിൻ്റെ അടിമയായി സ്ലേവായിട്ട് നിന്ന് കളിച്ചു എന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. അപ്പം ഇനിയും വരുന്ന ഈ ഇതിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടറിയാം. അതെ അതെ അതെ. അത് അപ്പൊ എവിടെയാണ് നീതി, എവിടെയാണ് ഇതിങ്ങനെ സംഭവമാണെങ്കിൽ ഇത് കാണണം. എന്താണ് ഗബ്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗബ്രി എത്ര നീതിപൂർവമായിട്ടായിരിക്കും അവിടെ വാദിക്കുന്നത്. ഗബ്രിക്ക് എന്തായാലും അവിടുത്തെ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ആഗ്രഹങ്ങളൊന്നും അവിടെ നടത്താൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. കാര്യം അവിടെ ഗബ്രി ഒരു പരിധി വരെ ഒറ്റയ്ക്കായിരിക്കും ആ ടൂമിനകത്ത്. സോ ഭൂരിപക്ഷത്തിന്റെ ഇതിൽ ഒരിക്കലും അവന് സപ്പോർട്ട് കിട്ടില്ല. പക്ഷെ എങ്കിലും ഇവരെ ഈ പറഞ്ഞ ഇന്നല്ലേ അവർ നേരത്തെ പറഞ്ഞപ്പം അന്ന് പറഞ്ഞു ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇനിയും വരുന്ന പവർ ടീമിന് വേണ്ടി കൂടെയാണ് ഞങ്ങൾ ഈ അവകാശങ്ങൾ സ്ഥാപിച്ചു പറഞ്ഞിട്ട് മറ്റേ ഇവർ വന്നപ്പം അതിനെയെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് അവരെ എതിർത്ത് അവർ പറഞ്ഞതിനെ ഒന്നും അനുസരിക്കാതെ റെസ്പെക്ട് ചെയ്യാതാണ് ഇവർ ചെയ്തത്. അപ്പൊ ഇനിയും ഇവിടെ വന്നിട്ട് ഇനി പുതിയ ഇതിനകത്ത് വരുമ്പം ഈ എങ്ങനെയാണ് പെരുമാറുന്നത് കാണേണ്ട കാര്യം. ഏത് രീതിയിലുള്ള എന്റർടൈൻമെന്റ് ആണ് കൊടുക്കാൻ മറ്റുള്ള എന്റർടൈൻമെന്റിന് ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ. അത് അവരുടെ അതാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി കുറെ കാണികളുണ്ട്. അവർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുക. അത് ആൾക്കാർ ആരോ പറഞ്ഞ പോലെ ഈ എന്റർടൈൻമെന്റ് കൊടുക്കുന്നതിനെ വിറ്റ് കാശ് വാങ്ങിക്കുവാണോ ബിബി എന്ന് പോലും ആൾക്കാർ പറഞ്ഞു തുടങ്ങി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴയ സ്റ്റേജിലേക്ക് ബിഗ് ഹൗസ് ആയി വളരെ ശോകമൂകമായി. പിന്നെ സിബിൻ കഷ്ടമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ പാവം എല്ലാവരും കൂടെ പുള്ളി ഒരു കോർണറിലാക്കി അവന് ഈ പറഞ്ഞ പോലെ ഗെയിം പ്ലാൻ ചെയ്യാനോ അത് അവിടെ അപ്ലൈ ചെയ്യാനോ പുള്ളിക്കാരന് പേടിയാണ്. കാരണം പുള്ളിയുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുമെന്നുള്ളതായിരിക്കും. അപ്പൊ ഈ ശ്രീരേഖയോട് ഇപ്പൊ ഒരു സംസാരം കേട്ടു, എനിക്ക് പേടിയാണ്. അപ്പൊ പേടി എന്ന് പറഞ്ഞാൽ കളിക്കാൻ പേടിയെന്നല്ല കാണികളെ. അയാൾ ഉദ്ദേശിക്കുന്ന അയാൾക്ക് പുറത്തൊരു ജീവനുണ്ട്. അയാളൊരു കോറിയോഗ്രാഫറും അയാൾക്കൊരു പ്രൊഫഷണലുള്ള വ്യക്തിയാണ്. അയാൾക്കൊരു ഇമേജ് ഉണ്ട്. അയാൾക്ക് ഈ ചിലവർ കാണിക്കുന്ന പോലുള്ള കൂതറത്തരം കാണിച്ചിട്ട് ഹി ഹാസ് ടു ഗോ ഔട്ട് ആൻഡ് അവിടെ ഹാസ് ടു പെർസ്യൂ ഹിസ് പ്രൊഫഷൻ ഔട്ട്സൈഡ് ബിഗ് ബോസ്. അപ്പം അത് തന്നെയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുത്രച്ചി ഇത് ചെയ്താൽ എന്തും കുറ്റമാണെന്ന് പറയുന്നത് പോലെ സിബിന് പേടിയായിപ്പോയി. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പേടിയാണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് വരും, അടുത്തൊരു ഹ്യൂമിലേഷൻ കൂടെ വരുമ്പോൾ അത് താങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരുടെ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത്രയും വലിയൊരു പബ്ലിക് പോലെ. അതുകൊണ്ടാണ് അയാളുടെ പേടി എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഇവരുമായിട്ട് കളിക്കുന്നതിന്റെ പേടിയൊന്നുമല്ല. കാര്യം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ വീണ്ടും ഒരു ഹ്യൂമിലേഷൻ ഉണ്ടാവും, വീണ്ടും വാണിംഗ് കൊടുക്കുക, വീണ്ടും പിന്നെ പണിഷ്മെന്റ് തരിക. അപ്പോൾ അവന് ഫ്രീ ആയിട്ട് കളിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് ഒതുക്കി കളഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായില്ല? അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ സിബിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ട് പോലും പുള്ളി അത് തന്നെ അത് ബെയർ ചെയ്യുകയാണ്. അത് മറ്റുള്ളവർക്ക് ഓരോ പ്രശ്നം ഈ പിന്നെ കൺഫെഷൻ റൂമിൽ ഫോഴ്സ്ഫുള്ളി അവർ ആവശ്യപ്പെട്ടു പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതല്ലായിരുന്നു വിക്ടിം കാർഡ് കളി. എന്നെ ഇവിടുന്ന് ഇവിടെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം സിബിനെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. പിന്നെ എന്താണ് കരയുന്നത്? അവനോട് കരയുന്നൊന്നുമില്ല, അവൻ മൂകമായിട്ടിരിക്കുകയാണ്. അത് ഒരു മനുഷ്യനെ ഇത്രയും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആത്മഹത്യ ചെയ്തേനായിരുന്നു. അതാ പറഞ്ഞ ഇത്രയും ഇതായ പിന്നെ പുള്ളി എന്നാല് ഈ ബിഗ് ബോസ് അദ്ദേഹത്തെ ഒന്ന് കൺഫെഷൻ റൂമിൽ വിളിക്കുവോ
ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും അവന്റെ വിഷമങ്ങൾ അവൻ അവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടുന്ന് ക്യാമറ ഒറ്റയടിക്ക് പോയിട്ട് എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കുന്ന ഏതെങ്കിലും ടീമിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കേസില് മൈൻഡ് ഗെയിം ആണ്, ചില കേസില് ആൾക്കാർ പറയും ഇവൻ മാനിപ്പുലേറ്റർ ആണ്, ഇവൻ സ്ട്രാറ്റജി, ഇവന്റെ ഇത് മൈൻഡ് ഗെയിം ആണ്. ഇവിടെ മാനിപ്പുലേഷൻ ആവശ്യമാണ്. ഞാൻ ഇന്നലെ ചോദിച്ച പോലെ എന്നാ പിന്നെ റോൺസിനെ പോലുള്ള ഒരു പാവം മനുഷ്യൻ എന്റർടൈനർ ആയിരുന്നു, ഗെയിം കളിക്കുമായിരുന്നു, പിന്നെ ആരുമായിട്ടും വേളം ഉണ്ടാക്കത്തില്ലായിരുന്നു, വഴക്കുണ്ടാക്കത്തില്ലായിരുന്നു. റോൺസിന് എന്താണ് അന്ന് കൊടുക്കാഞ്ഞത്? ഈ അർജുനെ പോലെ വാഴകളെ പോലെ 24 മണിക്കൂറും ആ ഇതിനകത്തിരിക്കുന്ന ആൾക്കാരാണോ ജയിക്കേണ്ടത്? അത് സീതു വല്ലപ്പോഴും ഇടയ്ക്ക് കിട്ടുന്ന ഒരു ഇതിനകത്ത് പിന്നെ ഇല്ല പാട്ട് സീനിൽ, സിനിമയിലെ പഴയ കാലത്തെ പാട്ട് സീനിൽ വന്ന് പാട്ട് പാടി പോകുന്ന പോലെ സീതുമായിട്ട് കുറേ നേരം സംസാരിക്കും, പിന്നെ പോയി ഉടനെ അവിടെ ബെഡിലിരിക്കും. ഇങ്ങനത്തെ വാഴകളെയാണോ നമുക്ക് ആവശ്യം? മാനിപ്പുലേഷനാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഇവിടെ മാനിപ്പുലേഷൻ വേണം, പൊളിറ്റിക്സ് വേണം, സ്ട്രാറ്റജീസ് വേണം, ഗെയിം കളിക്കണം, എന്റർടൈൻ ചെയ്യണം. ഈസ് ഡൂയിങ് ദാറ്റ്. മനസ്സിലായല്ലേ? അപ്പൊ അതിന് പകരം ചുമ്മാ ഒരു വിവരമില്ലാതെ, ഒരു പിന്നെ ബോധമില്ലാതെ, ചുമ്മാ ഒരു നീണ്ട നാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പിന്നെ മറ്റുള്ളവരെ അടിച്ചമർത്തി മാത്രം അതാണോ ഗെയിം? എനിക്ക് തോന്നുന്നില്ല അതാണ് ഗെയിം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പൂജ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സിബിനൊരു എന്താ പറയുന്ന അവന്റെ ഒരു ചറവടിഞ്ഞു. അവന്റെ ഏറ്റവും പറഞ്ഞല്ലോ, അവരുടെ ഏറ്റവും കണക്ട് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായിരുന്നു. നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അത് അവൻ ഇപ്പം പറയുന്നതും കേട്ടു. അയ്യോ അവളൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പോണോന്ന് തന്നെയാണ്, അവിടുന്ന് പോണോന്ന് തന്നെയാണെന്ന് തോന്നുന്നു ആഗ്രഹം, അല്ലേ? അതിപ്പം ഈ ചോദിച്ചു വാങ്ങിച്ചു പോകുന്നതിന് പകരം ചിലപ്പോ ഇവര് പറഞ്ഞു വിട്ടാന്നുള്ളതായിരിക്കും. കാര്യം ഈ പെനാൽറ്റി ക്ലോസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഇവൾ തന്നെ പോയി കഴിഞ്ഞാല് പെനാൽറ്റി ചെയ്യും. ഈ വിൽ നോട്ട് ഗെറ്റ് എനി മണി ആണോ? സിബിനെ പോലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഇങ്ങനെ അടച്ചിട്ട് ഇരുന്ന് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ളവർ അവിടെ നിൽക്കിട്ടില്ല എന്നാ എന്റെ തോന്നല്. ഇതിപ്പോ ഓൾറെഡി ശോകമായി. ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ അവസ്ഥയിൽ ബി ബോസ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇത് ജാസ്മിനെയും ജബ്രിയെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഷോ നടത്തുന്നതെങ്കിൽ ഇവരൊന്നും കൊണ്ടുവരണ്ടായിരുന്നല്ലോ. വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. അവരെ കൊണ്ട് ഒരാഴ്ച കഴിപ്പിച്ച് കണ്ടില്ലേ? ചില ഈ നമ്മുടെ കോണ്ടസ്റ്റന്റ് അവർ മോഹൻലാല് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ് ഈ 1000 പോയിന്റ് കൊടുത്തത്. പിന്നെ പവർ ടീമിന്റെ പവർ റൂമിന്റെ പിന്നെ ക്രിയേറ്റിവിറ്റി കൊണ്ടും അവരാ കഴിഞ്ഞ ഒരാഴ്ച അവിടെ ഉണ്ടാക്കിയ ഓളം കൊണ്ടുമാണ്. അത് ആ പുള്ളി ഇത് പണിഷ്മെന്റ് കൊടുക്കുമ്പോഴും പറയുന്നുണ്ട് പവർ ടൂം നല്ലതായിരുന്നു, ക്രിയേറ്റീവ് ആയിരുന്നു, പല കാര്യങ്ങളും നല്ല ചെയ്തു, നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു. അപ്സര പറയുന്നത് അതൊന്നും അല്ല കാര്യം, അവരെല്ലാം കൂടെ ചെയ്തു. ഇത് പറയുന്നത് കേൾക്കുന്നില്ല, ഉറങ്ങുമായിരുന്നു അന്നേരം. അല്ല എന്തോ ഇവരൊക്കെ ചുമ്മാതെ എന്താ പറഞ്ഞ ഈ അപ്സരയൊക്കെ അങ്ങ് വിചാരിച്ച് അവർക്ക് ലോകത്തിൽ ആരും ഇങ്ങനെ ആ മുഖത്ത് തന്നെ പ്രകടമാവും സീരിയലിൽ കാണുന്ന പോലെ. ഈ എന്താ പറഞ്ഞ ഒരാൾ രക്ഷപ്പെടുമ്പോൾ അല്ലെ ഒരാൾ വലുതാവും അല്ലെ ഒരാളെ ആരെങ്കിലും അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങ് അസൂയയും കുശുമ്പും എല്ലാം കൂടെ ആ മുഖത്ത് ഇങ്ങനെ കണ്ണാടി കാണുന്ന പോലെ കാണാൻ പറ്റും. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു വാർത്ത കേട്ടു, സിജോ തിരിച്ചു വരുവാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ലൊരു മൂവാണ് സിജോ വരും. പക്ഷെ ഇനിയും അറിയില്ല, ഇനിയും സിജോ ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമ്പോൾ എത്രമാത്രം അന്നത്തെ പോലെ എങ്ങനെ കളിക്കും, അന്നേരം സിബിൻ ഉണ്ടാവുമോ, സിബിൻ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഡൈനാമിക്സും ഉണ്ടാകുന്നത്, എങ്ങനെയായിരിക്കും അതിനൊരു ഡൈനാമിക്സ് എന്നൊക്കെ നമുക്ക് ചിലപ്പം കാണാം. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും. സിബിൻ തിരിച്ചു വരുവാണ്, അതായത് പഴയ രീതിയിലേക്കോ അല്ല അതിനേക്കാളും ബെറ്ററായിട്ട് ചില നെഗറ്റീവ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ചിലപ്പം കളി നല്ല രസമാവും. അല്ല എങ്കിൽ പിന്നെ സിബിൻ പോവാണെങ്കിൽ സിജോ വന്നാൽ പോലും എനിക്കറിയില്ല എന്തുമാത്രം. അവരുടെ കളിക്കുന്നതും നിൽക്കുന്നതും എല്ലാം ജാസ്മിന് വേണ്ടി മാത്രമാണ്. പിന്നെ നിങ്ങൾ വീണ്ടും പറഞ്ഞ പോലെ ഒരു കാര്യം പറയാം, ഈ ജാസ്മിനേക്കാളും നല്ല കളിക്കാരനാണ് ഗബ്രി 100%. ഈ ഒരു കാര്യം പറയാം, ഈ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ
ഈ ജാസ്മിൻ എന്തെങ്കിലും പ്രശ്നമുണ്ട്, മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവള് ഒട്ടനെ ഗബ്രിയുടെ അടുക്ക പോകും ചാർജ് ചെയ്യാൻ. അതായത് ഈ ഇന്നലെ ചാർജ്, അതിനേക്കാൾ മുമ്പ് ഞങ്ങൾ ഈ ചാർജിങ്ങിനെ ചാർജ് ചെയ്യാൻ പോകും. അവൻ്റെ അടുക്ക പോയി ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉന്മേഷത്തോട് വന്നിട്ട് പിന്നെയും മറ്റുള്ള ആൾക്കാരുടെ മേക്കിട്ട് കയറുക എന്നുള്ളതാണ് അവളുടെ മെയിൻ പരിപാടി. അപ്പം അതെ, അവന്റെ ചാർജറാണ്. അപ്പം ഇവൾക്ക് ചാർജ് വേണം. ഇവള് ഗബ്രി പോയാൽ ഇവൾ അധികം നാൾ ഇവിടെ നിൽക്കത്തില്ല. ഇവൾക്ക് വേറെ ആരുമായിട്ടും ഒരു വലിയ കണക്ഷൻ ഒന്നുമില്ല. അവൾക്ക് തന്നെ ഒന്നും മാനേജ് ചെയ്യാൻ ഈ നാക്കല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല. മനസ്സിലായില്ലേ? അതേസമയം ഗബ്രി ഇതിൽ നന്നായിട്ട് കളിക്കും, ഈ ഇവളില്ല എന്നുണ്ടെങ്കിൽ, ഈ ജാസ്മിൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് സത്യം. ഇനിവേ നമുക്ക് നോക്കാം അടുത്ത ആഴ്ച, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് എന്നിട്ട് ഞങ്ങള് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന്. പക്ഷേ നീതിപൂർവമല്ലായിരുന്നു ഈ കഴിഞ്ഞ വീക്കെൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു നമ്മള് ഈ കോർപ്പറേറ്റ് എൻവയൺമെന്റിലും അതുപോലെ പൊളിറ്റിക്സിലും ഒക്കെ പറയുന്ന ഒരു ടേം ഉണ്ട്, ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ നമ്മളെ ഒരു മത്സരത്തിന് നിർത്തി അവർക്ക് രണ്ടുപേർക്കും ഒരേ ലെവലിലുള്ള പ്ലേയിങ് ഗ്രൗണ്ട് അവർക്കുണ്ട്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററലി മീനിങ് അല്ല, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ തരത്തിലുള്ള സിറ്റുവേഷനും അവസരവും അതിനുള്ള ഇതുമാണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് പിന്നെ ഇത് ഒരാളെ അനാവശ്യമായി സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വേറൊരാൾക്ക് ഡിസഡ്വാൻറ്റേജസ് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് അല്ല. അത് ഇവിടെ സിജോയുടെ കാര്യത്തിൽ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല. മറ്റവർക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഗ്രൗണ്ട് കൊടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മൾ പിന്നാലെ വരുന്നതായിരിക്കും. താങ്ക് യു.